കണ്ണാ നീ എങ്ങു പോയി, എൻ്റെ കാണാമറയത്ത് പോയോ, നിത്യവും നിന്നെ ഞാൻ കാണുന്നതല്ലേ, നിത്യവും നിന്നെ ഞാൻ അറിയുന്നതല്ലേ, കണ്ണാ നീ എങ്ങു പോയി. എൻ്റെ സങ്കടം കേൾക്കാൻ മറന്നുവോ, എന്നെ നീ അറിയാൻ മറന്നുവോ, നിന്നെ ഞാൻ അറിയുന്നു, നീ എന്നെ അറിയില്ലേ, എന്നെ മാത്രം അറിയാത്തതെന്തോ നീ. സംഭവമാണ്. അടിക്കടിക്ക് കവിത കൊള്ളാട്ടോ. ഈ കവിത ഒന്ന് ഫേമസ് ആക്കി ഞാൻ ഇതങ്ങോട്ട് മാക്സിമം ഷെയർ ചെയ്ത്. അതെ, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് അയച്ചു തരാം, ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ. അല്ല, എന്നാലും ഈ കവിത പോലും വീട്ടുകാർ പ്രോത്സാഹിപ്പിച്ചില്ലേ ഇത് കേട്ട് കഴിഞ്ഞിട്ട്? ദൈവമേ, വെരി ബാഡ് അല്ലേ? എന്റെ വീട്ടുകാര് ഇടയ്ക്ക് അമ്മേനോട് എന്ന് പറഞ്ഞിട്ടില്ലേ, എന്നിലെ ആ കവിയെ അമ്മയൊക്കെ കാരണം സീരിയസ്ലി അവര് മനസ്സിലാക്കിയില്ല, കൊന്നു കളഞ്ഞില്ല. ഇപ്പോഴും അതിനകത്ത് ചേച്ചിന്റെ ഹസ്ബൻഡ് ഉണ്ട്, ആൾക്ക് എന്റെ കവിത ഇഷ്ടമാണ്. അപ്പൊ ആൾ എന്നെ കൊണ്ട് എഴുതിപ്പിക്കും. പക്ഷെ അപ്പുറം നിന്ന് ചേച്ചി ഇരിക്കും. അപ്പൊ ചേട്ടൻ പറയും, അത് നീ നോക്കണ്ട കേട്ടോ, അവൾക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടാ, നീ എഴുതിക്കോളാം എന്ന് പറയും. അപ്പൊ ആള് ഭയങ്കര സപ്പോർട്ടാ. ആരെങ്കിലും ഉണ്ടല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും അപ്പുറത്തൊന്ന് മാറി. അല്ല, ചേച്ചിന്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്, ആൾക്ക് എന്റെ കവിത ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ സ്വന്തം ഭർത്താവിനോട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അറിയോ, കണ്ണാ നീ എങ്ങ് പോയി അവള് ചോദിക്കുള്ളൂ, എങ്ങോട്ട് പോയി എന്നൊക്കെ ചോദിക്കും. അതിന് വേണ്ടിട്ട് ഹിന്ദിയിൽ കവിത എഴുതാറുണ്ടോ? ഇല്ല അല്ലെ? അത്രയും വലിയ എഫേർട്ടുകളൊന്നും നമ്മൾ ഇതൊക്കെ മാറ്റി എഴുതി ഉണ്ടാക്കാൻ അത്ര ഒന്നും നമ്മൾ എഫേർട്ടുകൾ എടുക്കാറില്ല. എന്നാലും ഇങ്ങനെ ഓക്കെ, ഭർത്താവിന്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു കവിത ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് എപ്പോഴാലും കൊടുത്തിട്ടുണ്ടോ? ആള് അത്ര ഒരു കലാബോധം എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. കലാപം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ ആ കലാബോധം ഇല്ലാത്ത ആൾക്ക് വെറുതെ എഴുതണ്ടല്ലോ, എഴുതിയില്ല. ആണ്, അതുകൊണ്ട് അങ്ങനെയുള്ള എഫേർട്ടുകളൊന്നും എടുത്തിട്ടില്ല. എന്നാലും ഈ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? എന്റെയോ? അല്ല, എന്റെ ബർത്ത്ഡേ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആളുടെ ബർത്ത്ഡേ ഇമ്പോർട്ടന്റ് ആണോ അല്ല, എന്റെ ബർത്ത്ഡേ എനിക്ക് അതെന്താണെന്ന് അറിയില്ല. നമ്മൾ ആ ചെറുപ്പത്തിലൊന്നും അത്ര ഒന്നും ആഘോഷിച്ചിട്ടില്ല, അതൊന്നും വലിയ പ്രാധാന്യം ഇല്ല. അപ്പൊ പക്ഷെ എനിക്ക് പിന്നെ എന്താ, എന്റെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി. വേറെ ആരത് ആഘോഷിച്ചില്ല, എന്നെ ആഘോഷിക്കണം. എന്നെ വിഷ് ചെയ്തില്ലെങ്കിൽ ഞാൻ അവരൊക്കെ ബ്ലോക്ക് ചെയ്യും, ഞാൻ അവരോടൊക്കെ തെറ്റും. അതൊക്കെ എനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. എന്റെ ബർത്ത്ഡേ ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് ബ്ലോക്ക് ഉണ്ടാവും അല്ലേ, ബ്ലോക്ക്ഡ് കോണ്ടാക്ട്സ് അല്ലേ? എന്നിട്ട് പിന്നെ ഇവരെ എപ്പോഴെങ്കിലും അൺബ്ലോക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു അവസരം കൊടുക്കാറുണ്ടോ? അടുത്ത വിഷ് ചെയ്ത് കഴിഞ്ഞാല് അല്ല, അവര് വിളിച്ചിട്ട് വിഷ് ചെയ്യുമല്ലോ. അപ്പം അവരോട് ഞാൻ പറയും, നിങ്ങൾ എന്നെ വിഷ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു, ബൈ. അപ്പൊ അവര് വിളിച്ചിട്ട് അയ്യോ സോറി മറന്നു പോയതാ പറയോ, അങ്ങനെ അൺബ്ലോക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ സ്വന്തം ഭർത്താവ് മറന്നുപോയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. മക്കളും എല്ലാരും ഒക്കെ കൃത്യമായിട്ട് മക്കളും എന്ന് പറഞ്ഞാൽ മോനത്ര ആയിട്ടില്ലല്ലോ. ഇല്ല, അവരൊന്നും മറന്നിട്ടില്ല. ബിക്കോസ് ഞാൻ തന്നെ പറയും തലേന്ന്, നാളെ എന്റെ ബർത്ത്ഡേ ആണ്. നിങ്ങളെല്ലാരും ഒരു സിനിമയില് പറയണ്ടല്ലോ, അതുപോലെ വിഷ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.